BJPയുടെ ബൗദ്ധിക വിഭാഗം മുൻ കൺവീനറും RSSന്റെ സഹയാത്രികനുമൊക്കെയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ TG മോഹൻദാസിനെ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനാസ്പദമായ സംഭവം എന്താണ് എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. കാരണം TG മോഹൻദാസ് നിരന്തരം സാമൂഹിക രാഷ്ട്രീയ വിശകലനങ്ങൾ നടത്തുന്ന ആളാണ്. അത് സംബന്ധിച്ച് വിവിധ ചാനലുകളിൽ, വിവിധ യൂട്യൂബ് ചാനലുകളിൽ TG മോഹൻദാസിന്റെ നിരീക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ജനം TV-യിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ എന്താ പറയുക, പത്രിക എന്ന പേരുള്ള ഒരു പ്രത്യേക യൂട്യൂബ് ചാനൽ ഈ തരത്തിലുള്ള അല്ലെങ്കിൽ TG മോഹൻദാസിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ തന്നെയാണ് വരാറുള്ളത്. അങ്ങനെ കേരളീയ പൊതുമണ്ഡലത്തിൽ വളരെ സുപരിചിതനാണ് TG മോഹൻദാസ്. ആ TG മോഹൻദാസിനെയാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ പോലീസ് അറസ്റ്റ് ചെയ്തത്. എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്താണ് ഈ TG മോഹൻദാസ് ചെയ്ത കുറ്റമെന്ന്. കാരണം TG മോഹൻദാസിനെതിരെ പരാതികൾ വന്നിരുന്നു. വന്ന പരാതികൾ അറിയാലോ, ജന്തർ മന്ദറിൽ നടന്ന പാറ്റ വിപ്ലവം, പാറ്റ കലാപം, അത് ഒരിക്കലും സമാധാനപരമായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. അങ്ങനെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് ആ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ മറവിൽ അവിടെ 2847 കൊടും ക്രിമിനലുകൾ അവിടെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഡൽഹി പോലീസാണ് വിവരം നൽകിയത്. അതിനുശേഷം നമുക്ക് അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് കിട്ടിയത്. അതായത് പഞ്ചാബിൽ നിന്ന് 9 പേരെ, അതായത് ISI പിന്തുണയുള്ള 9 പഞ്ചാബികളെ അറസ്റ്റ് ചെയ്തു. ഇവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജന്തർ മന്ദറിൽ വന്നിട്ട് അവിടെ കൂട്ടക്കുഴപ്പമുണ്ടാക്കുക, കലാപമുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ഈ ISI ഭീകരർ ഈ വിദ്യാർത്ഥി സമരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ മുഴുവൻ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത അവരുടെ ആ പ്ലാൻ പക്ഷേ പ്രാവർത്തികമായില്ല. കാരണം അവിടെ സുശക്തമായ പോലീസ് ബന്ദോബസ്ത് ഉണ്ടായതുകൊണ്ട് അവർ ഉദ്ദേശിച്ച പോലെ 9 പേരെയാണ് പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്ത് കേട്ടോ. ഇത് നരേന്ദ്രമോദിയുടെ പോലീസല്ല, BJPയുടെ പോലീസല്ല, ഇത് പഞ്ചാബിലെ പോലീസാണ് ഈ 9 പേരെ അറസ്റ്റ് ചെയ്തത്. അതിൽ 4 ജുവനൈൽസ് ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. അത് ഒരു സംഭവം. അതിന് 2 ദിവസം മുമ്പാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത നമ്മൾ അറിഞ്ഞത്. അതായത് ബംഗാളിൽ വെച്ചിട്ട് ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു കൊടും ഭീകരൻ പിടിയിലായിരിക്കുന്നു. ആ ഭീകരനിൽ നിന്ന് കിട്ടിയ വിവരം എന്ന് പറഞ്ഞാൽ ഈ ജന്തർ മന്ദറിലെ പ്രക്ഷോഭകാരികൾക്കിടയിൽ നുഴഞ്ഞു കയറി സൈന്യത്തിന്റെ യൂണിഫോമിൽ, നമ്മുടെ പോലീസുകാരുടെ യൂണിഫോമിൽ അവിടെ ഒരു കൂട്ട വെടിവെപ്പ് ഉണ്ടാക്കാനും 10, 30, 40 വിദ്യാർത്ഥികളെ കൊല്ലാനും അതിനെ തുടർന്നിട്ട് ഇന്ത്യയിൽ ഒരു വൻ ജനരോഷം ഉയർത്താനും അങ്ങനെ ഇന്ത്യയിലെ ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ഒക്കെയുള്ള ഒരു വൻ ഗൂഢാലോചനയാണ് വെളിപ്പെട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ജന്തർ മന്ദറിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ ആരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മുന്നിലുള്ള ഈ തെളിവുകൾ സംസാരിക്കുന്നു. അവിടെ നടന്നത് ഒരുപക്ഷെ വിദ്യാർത്ഥികൾ, വളരെ നിഷ്കളങ്കരായ വിദ്യാർത്ഥികൾ ഒരു വിഭാഗം അവിടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാലും ആ പ്രക്ഷോഭത്തിന്റെ മറവിൽ അരങ്ങേറിയത് വൻ അക്രമ സംഭവങ്ങളാണ്. അതിന്റെ ഇടയിലാണ് രാജ്യവിരുദ്ധ ശക്തികൾ, വിഘടനവാദികളൊക്കെ ആ സമരം എങ്ങനെയാണ് കൂട്ടക്കുഴപ്പം ഉണ്ടാക്കേണ്ടത് എന്നുള്ള രീതിയിൽ അതിന്റെ ഇടയിലേക്ക് നുഴഞ്ഞു കയറാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ TG മോഹൻദാസ് 2 വീഡിയോകൾ, അദ്ദേഹം നിരന്തരം ഇത്തരം യൂട്യൂബ് വീഡിയോകൾ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 2 വീഡിയോകൾ, ഈ 2 വീഡിയോകളിൽ ഒരു വീഡിയോ ഇവരൊക്കെ പറയുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഇന്ന് വാർത്ത കൊടുത്ത പത്രങ്ങളൊക്കെ പറയുന്ന പോലെ വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന് TG മോഹൻദാസ് പറഞ്ഞു. അങ്ങനെയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് കേട്ടോ. അപ്പം മലയാള മനോരമയിലെ വാർത്ത ഇങ്ങനെയാണ്: അധിക്ഷേപ പരാമർശം, TG മോഹൻദാസ് കസ്റ്റഡിയിൽ. ഒരു 1-ാം പേജിൽ ഒരു 2 കോളം വാർത്തയാണ്. അധിക്ഷേപ പരാമർശം, TG മോഹൻദാസ് കസ്റ്റഡിയിൽ. ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും അധിക്ഷേപിച്ച കേസിൽ ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെയും സ്ത്രീകളെയും അധിക്ഷേപിച്ച കേസിൽ BJP ബൗദ്ധിക വിഭാഗം മുൻ കൺവീനർ TG മോഹൻദാസ് കസ്റ്റഡിയിൽ. ആ വാർത്ത കേരള കൗമുദി എനിക്ക് തോന്നുന്നു കേരളമതിയാണ് ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരിങ്ങനെ കത്തിക്കുന്ന പോലെ കത്തിച്ചിട്ടൊന്നുമില്ല. കേരള കൗമുദിയുടെ ഉള്ളിലെ പേജിൽ
ആ ഒരു സിംഗിൾ കോളം വാർത്തയാണ് കേരളമോദി കൊടുത്തത്. അതെങ്ങനെയാണ്? വിവാദ പരാമർശം TG മോഹൻദാസ് കസ്റ്റഡിയിലെ. എന്നെ അത്ഭുതപ്പെടുത്തി എന്താന്ന് വെച്ചാല്, അത്ഭുതപ്പെടുത്തിയതല്ല, മാതൃഭൂമി കുറെ കാലം ഈ തെണ്ടിത്തരം ഈ തെമ്മാടിത്തരം ചെയ്യാൻ തുടങ്ങിയിട്ട് മാതൃഭൂമിയുടെ ഒരു ഇതിന്റെ തെമ്മാടിത്തം എന്നല്ല പറയുക. നിങ്ങൾ നോക്കിയാട്ടെ, ഭീഷണിക്ക് വിലങ്ങ്, ഇടതുഭാഗത്ത് ആയങ്കിയെ പൊക്കി. അറിയാലോ, 21ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായ നമ്മുടെ ആഭ്യന്തരമന്ത്രിയെയും പോലീസ് സംവിധാനത്തെയും മുഴുവൻ വെല്ലുവിളിച്ച് നടന്ന ഏറ്റവും വലിയ, ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ CPM-ന്റെ ഗുണ്ട ക്രിമിനൽ, ഈ ക്രിമിനലിന് കഴിഞ്ഞ ഒരു ആഴ്ചയിലേറെയായി കേരള പോലീസിനെ ആകെ വട്ടം കറക്കുകയായിരുന്നു. ഭീഷണിപ്പെടുത്തിയിട്ട് ഒളിത്താവളങ്ങളിൽ നിന്ന് ഒളിത്താവളങ്ങളിലേക്ക് മാറിയിട്ട് ആ രീതിയിലുള്ള ഒരു കൊടും ക്രിമിനലിനെ പോലീസ് വളഞ്ഞ പിടിക്കുകയാണ്. ആ വാർത്തയാണ് ആയങ്കിയെ പൊക്കി. ഓക്കെ, കുഴപ്പമില്ല. അതേ പ്രാധാന്യത്തിലാണ് ഈ മാതൃഭൂമി TGയെ തൂക്കി. അതായത് അർജുൻ ആയങ്കി എന്ന് പറയുന്ന കൊടും ക്രിമിനലിന്റെ അതേ ഒരു നിലവാരത്തിലാണ് TG മോഹൻദാസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിരീക്ഷകനും ഇത്തരത്തിൽപ്പെട്ട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഈ ഒരു RSS BJP സഹയാത്രികനുമൊക്കെയായ കേരളീയ സമൂഹം മൊത്തം ആദരിക്കുന്ന സ്നേഹിക്കുന്ന TG മോഹൻദാസ്. ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ് അദ്ദേഹത്തിന്റെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉള്ളത്. എന്നിട്ട് അദ്ദേഹത്തെ TGയെ തൂക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഈ പത്രം ഞാൻ ഓരോ ദിവസവും മാതൃഭൂമിയെ ഇങ്ങനെ എനിക്ക് തന്നെ മടുത്തു. ഒരാളെ എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ ആക്ഷേപിക്കാൻ പറ്റുമോ? പക്ഷെ ഇവർ ചെയ്തു കൂട്ടുന്ന തെണ്ടിത്തരം കണ്ടില്ല നിങ്ങൾ പറ. ഇത് നിങ്ങളിപ്പോ TG മോഹൻദാസിനെ അനുകൂലിക്കുന്ന ആളോ അല്ലെങ്കിൽ ഈ പറയുന്ന അർജുൻ ആയങ്കിയെ അനുകൂലിക്കുന്ന ആളോ ആരെങ്കിലും ആവട്ടെ, നിങ്ങൾ വളരെ വസ്തുതാപരമായി ഈ രണ്ട് വാർത്തകൾ ഒന്ന് സമീകരിക്കാൻ പറ്റുമോ നോക്കുക. 21 കേസുകളിൽ പ്രതിയായ കൊടും ക്രിമിനലായ, കഴിഞ്ഞ സ്വർണം പൊട്ടിക്കലും വധശ്രമം ഒക്കെ ഉൾപ്പെടെയുള്ള നിരവധിയായ കേസുകളിൽ, അത് കഴിഞ്ഞിട്ട് പോലീസിനെ എന്ത് ചെയ്യുക, പോലീസിനെ ആക്ഷേപിക്കുക, ആഭ്യന്തരമന്ത്രിയെ ആക്ഷേപിക്കുക, ധൈര്യം ഉണ്ടെങ്കിൽ പിടിക്കണോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് അങ്ങനെയുള്ള ഒരാളെ വളഞ്ഞിട്ട് പിടിക്കുന്നതും TG മോഹൻദാസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ അദ്ദേഹം പറഞ്ഞ ഒരു അഭിപ്രായത്തിന്റെ പേരിൽ അദ്ദേഹം പറയുന്ന പോലെ ഒന്നും ആഹ്വാനം ചെയ്തിട്ടില്ല, കലാപത്തിന് ആഹ്വാനം ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ എന്താണ് TG മോഹൻദാസ് പറഞ്ഞത് എന്നൊക്കെ എന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിലും എന്താണ് യഥാർത്ഥത്തിൽ TG മോഹൻദാസ് തന്റെ 2 വീഡിയോകളിലൂടെ പറഞ്ഞത് എന്നുള്ളത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. TGയെ തൂക്കി. എന്നിട്ട് ഡൽഹി ജന്തർ മന്ദറിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയ സംഘപരിവാർ സഹയാത്രികൻ TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് മട്ടാഞ്ചേരിയിലെത്തിയ സൈബർ പോലീസ് സംഘമാണ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടിലുണ്ടായിരുന്ന വീഡിയോ ചിത്രീകരിക്കുന്ന ഉപകരണങ്ങളും പോലീസ് പരിശോധിച്ചു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. CJP സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയായിരുന്നു വിദ്വേഷ പരാമർശം. കേസെടുത്ത് 11 ദിവസത്തിന് ശേഷമാണ് പോലീസ് നടപടി. അങ്ങനെ ഈ വാർത്ത പോകുന്നേ. ഒരൊറ്റ പത്രം കൂടി നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അത് നമ്മുടെ ദേശാഭിമാനിയാണേ. ദേശാഭിമാനിയിൽ അർജുൻ ആയങ്കിയെ പിടികൂടിയ വാർത്ത, അർജുൻ ആയങ്കി റിമാൻഡിൽ. ഇങ്ങനെയാണ്, അർജുൻ ആയങ്കി കണ്ടില്ലേ, അർജുൻ ആയങ്കി റിമാൻഡിൽ എന്ന് പറയുന്ന വളരെ ചെറിയ ഏത് അർജുൻ ആയങ്കി, ഏതോ ഒരു പാവം അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിയിട്ടോ എന്ന് പറയുന്ന ഈ അർജുൻ ആയങ്കി എന്ന് പറയുന്നത് നേരത്തെ ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്നു, സിപിഎമ്മിന്റെ പോലും നേതാവായിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തോളം സിപിഎമ്മിന്റെ കണ്ണൂർ ജില്ലയിൽ സിപിഎമ്മിന്റെ സൈബർ ഗുണ്ടകളുടെ തലവനായിരുന്നു എന്ന് പറഞ്ഞ പാർട്ടിയുമായി അത്രമാത്രം. അതിനുശേഷം പാർട്ടി ഇയാളെ പുറത്താക്കി കഴിഞ്ഞിട്ട് പോലും ഈ കൊടിസുനി, മുഹമ്മദ് ഷാഫി, കിർമാണി മനോജ് എന്നൊക്കെ പറയുന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ആ ഗാങ്ങിൽപ്പെട്ട നിരന്തരം സ്വർണം പൊട്ടിക്കൽ നടത്തുന്ന, നിരന്തരം എന്താ പറയാ വധശ്രമങ്ങൾ നടത്തുന്ന, പോലീസുകാരെ ആക്രമിക്കുന്ന, ഇങ്ങനെ നിരവധിയായ കുറ്റകൃത്യങ്ങളുള്ള ഒരു 1-ാം നമ്പർ ഗുണ്ടയെ ഏതോ ഒരു അർജുൻ ആയങ്കിയെ പോലീസ് പിടികൂടിട്ടോ എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത. ആ വാർത്തയുടെ ആദ്യത്തെ സെന്റൻസ് തന്നെ ബഹുരസമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയും ആഭ്യന്തരമന്ത്രിയെ അപമാനിക്കുകയും ചെയ്തെന്ന കേസിൽ പോലീസ് പിടികൂടിയ അർജുൻ ആയങ്കിയെ റിമാൻഡ് ചെയ്ത് തലശ്ശേരി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് അയച്ചു കഴിഞ്ഞു. കണ്ണൂർ തളിക്കാവിലെ അഭിഭാഷകയുടെ ഫ്ളാറ്റിൽ നിന്നാണ് പിടികൂടിയെന്നുണ്ട്. ഒളിവിൽ പോകാൻ ഉപയോഗിച്ച കാർ ഉപേക്ഷിച്ച നിലയിൽ വൈകിട്ട് പോലീസ് കണ്ടെത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ആ ദേശാഭിമാനി കണ്ടേ. അതിനേക്കാൾ ഗംഭീരമായ വലിയൊരു തലക്കെട്ടിലാണ് TG മോഹൻദാസ് കസ്റ്റഡിയിൽ. വിദ്യാർത്ഥികൾക്കെതിരെ വിദ്വേഷ പരാമർശം.
എന്നിട്ട് ദേശാഭിമാനി പറയുന്നത് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ RSS നേതാവ് TG മോഹൻദാസ് 11-ാം ദിവസം പോലീസ് കസ്റ്റഡിയിൽ. 11 ദിവസം രമേശ് ചെന്നിത്തലയുടെ പോലീസ് TG മോഹൻദാസിനെ പിടിച്ചില്ല, ഇല്ല, തകരാറായി പോയി എന്നാ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നു, നടപടി എടുക്കാത്തതിൽ വ്യാപക വിമർശനവും പ്രതിഷേധവും ശക്തമായതോടെ ഗത്യന്തരമില്ലാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്നും ദേശാഭിമാനിയുടെ കള്ളത്തരമാണ്. TG മോഹൻദാസ് ഇങ്ങനെയൊന്നല്ല പറഞ്ഞത്, ഞാനാ പറഞ്ഞത്. ഇതിനുശേഷം ഞാൻ TG മോഹൻദാസ് എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പിംഗ് തന്നെ നിങ്ങളുടെ ഈ വീഡിയോക്ക് താഴെ ഞാൻ കൊടുക്കുന്നു, ഈ വീഡിയോന്റെ ഒപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കുക നിങ്ങൾ, അപ്പൊ ഇത് മനസ്സിലാവും. അതായത് ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്നും പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നുവെന്നും പറഞ്ഞ TG മോഹൻദാസിനെതിരെ ജൂലൈ 29-നാണ് കേസെടുത്തത്. കലാപ ആഹ്വാനം, അധിക്ഷേപം, കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകളിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. അങ്ങനെ ഇതിനെ പൊലിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റോറി കൂടിയുണ്ട്, വീണ്ടും ഒരു വാർത്ത കൂടിയുണ്ട്. അത് വീഡിയോ കണ്ടല്ലോ, വീണ്ടും ഒരു വാർത്ത കൂടി. അതാ ദേശാഭിമാനിയുടെ ഉള്ളിലെ പേജിൽ TG മോഹൻദാസ് വിലസിയത് 11 ദിവസം. അതായത് അർജുനായങ്കി എന്ന് പറഞ്ഞ കൊടും ക്രിമിനലിനെ ഒരു 2 കോളത്തിൽ ചെറിയൊരു വാർത്ത കൊടുത്തിട്ട്, ആ കൊടും ക്രിമിനൽ ഒന്നല്ല, ഒരു പാവം പയ്യൻ, അയാളെ മറ്റേ രമേശ് ചെന്നിത്തലയുടെ പോലീസ് പിടികൂടി, അത്രയേ ഉള്ളൂ. പക്ഷെ TG മോഹൻദാസ് വിലസിയത് 11 ദിവസം. എന്ത് വിലസലാണോ ദേശാഭിമാനിക്കാരാ? എന്നിട്ട് ഇതിൽ മുഴുവൻ കള്ളത്തരങ്ങളാണ്. ഒരു പത്രം ഇതിനൊന്നും ഞാൻ ഈ തെമ്മാടിത്തം എന്ന് പറഞ്ഞിട്ട് ആ വാക്കിന് തന്നെ വിലയില്ലേണ്ടി. ഇത് തെമ്മാടിത്തൊന്നും അല്ല, അതിന്റെ അങ്ങേപ്പുറം നമുക്ക് എന്താ പറയുന്നതിനെ. ഈ വാർത്ത എങ്ങനെയാണ്? ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെക്കണമെന്നും പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്നും വിഷം ചീറ്റിയ RSS നേതാവ് TG മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഗത്യന്തരമില്ലാതെ. എന്നിട്ട് പറയുന്നു, ഡൽഹിയിൽ സമരം ചെയ്യുന്നവരെ കർഫ്യൂ പ്രഖ്യാപിച്ച ശേഷം വെടിവെക്കണമെന്നായിരുന്നു മോഹൻദാസ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ വഴി ആഹ്വാനം ചെയ്തത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂട്ടബലാത്സംഗം ചെയ്യണം, അവരത് ഇഷ്ടപ്പെടുന്നവരാണ് പോസ്റ്റിൽ പറഞ്ഞു. ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ഇങ്ങനെയൊന്നും അല്ല TG മോഹൻദാസ് പറഞ്ഞത്. അങ്ങനെ ഈ കള്ളത്തരം പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു BJP അനുഭാവിയാവാൻ പാടില്ലേ? എനിക്ക് അറിയാൻ ചോദിക്കുക. ഇവിടെ CPM അനുഭാവിയാകുന്ന പോലെ, CPM-നോട് CPM-നോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന പോലെ, കോൺഗ്രസിനോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന പോലെ കേരളത്തിൽ BJP അനുഭാവി എന്ന് പറഞ്ഞാൽ നിരോധിച്ച രാഷ്ട്രീയ സംഘടനയൊന്നും അല്ലല്ലോ BJP-യും RSS-ഉം രാജ്യം ഭരിക്കുന്ന കഴിഞ്ഞ 12 വർഷത്തിലേറെയായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ നേതാക്കളാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ആർക്കാ സംശയം? അപ്പൊ താനൊരു സംഘപരിവാർ അനുകൂലിയാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി എന്തോ വലിയൊരു മോശം കാര്യം എന്നുള്ള രീതിയിലാണ് ഒരു വിഭാഗം. ഇതൊക്കെ പിന്നെ രാഷ്ട്രീയ അജണ്ടകളാണ്. രാഷ്ട്രീയം പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു മുസ്ലിം പ്രീണനം നടത്തണം. കാരണം ഇവരൊക്കെ വിചാരം BJP-യെ RSS-നെ ഇങ്ങനെ നിരന്തരം കുറ്റപ്പെടുത്തിയാൽ മുസ്ലിങ്ങൾക്കൊക്കെ വലിയ സ്നേഹം ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്കറിയോ, ഇന്ത്യയില് നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്നത്, നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നത്, നരേന്ദ്രമോദിയെ ആദരിക്കുന്നത്, നരേന്ദ്രമോദിയുടെ ഭരണം തുടരണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധിയായ മുസ്ലിം വിഭാഗം, ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിം മെജോറിറ്റിയുള്ള പല മണ്ഡലങ്ങളിലും BJP-യാണ് ജയിക്കുന്നത്. ഇവിടെ കേരളത്തിൽ മാത്രമാണ് BJP RSS എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഉള്ള മുസ്ലിങ്ങളെ മുഴുവനും കൊല്ലാൻ പോകുന്ന, മുസ്ലിങ്ങളെ മുഴുവനും ഇവിടെ നാട് കടത്തുന്നു പറയുന്ന എന്തോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP RSS എന്നൊക്കെ ഇവരിങ്ങനെ നിരന്തരം അതല്ല എന്ന് മുസ്ലിങ്ങൾക്കറിയാം, മുസ്ലിം വിഭാഗത്തിനറിയാം. അവര് ഈ പൊട്ടക്കുളത്തിലെ തവളകളെ പോലെ അല്ല, നിങ്ങളെ പോലെ അല്ല. അവര് ലോകവിവരമുള്ളവരാണ്. കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് കാര്യങ്ങൾ അറിയാം. നിങ്ങൾ ഇനിയും അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് RSS BJP എന്തോ ഭീകര പ്രസ്ഥാനം, ഒരു കാര്യമില്ല. നിങ്ങൾ അപഹാസ്യരാകും. മാത്രവുമല്ല BJP RSS വിഭാഗം കൂടുതൽ ശക്തിപ്പെടും. അതിലേക്ക് ഹൈന്ദവ വിഭാഗങ്ങൾ കൂടുതലായിട്ട് വരും. കാരണം അവരുടെ വികാരമാണ് വ്രണപ്പെടുന്നത് കേട്ടോ, മനസ്സിലാക്കിക്കോ. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഞാൻ ഈ രണ്ട് വീഡിയോ ക്ലിപ്പിങ്ങൾ ഇതിന്റെ കൂടെ ഇടുകയാണ്. അതിനു മുമ്പേ ഒരൊറ്റ കാര്യം കൂടി, എന്താണ് യഥാർത്ഥത്തിൽ TG മോഹൻദാസ് പറഞ്ഞത് എന്ന് ഈ വീഡിയോയിലുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. അതായത് ആദ്യത്തെ വീഡിയോയിൽ, അതായത് ഈ വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നല്ല ഈ പറയുന്ന TG മോഹൻദാസ് ആ വീഡിയോയിൽ പറഞ്ഞത്. TG മോഹൻദാസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവിടെ അക്രമികൾ ഉണ്ടായിരുന്നു. അവിടെ ഈ പറയുന്ന വിദ്യാർത്ഥി സമരത്തിനിടയിൽ
ഇന്ത്യ വിരുദ്ധ മനോഭാവമുള്ളവര്, രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവര്, കലാപകാരികള്, നേരത്തെ പറഞ്ഞ ഡൽഹി പോലീസ് കണ്ടത് ടി ജി മോഹൻദാസിന്റെ കാര്യം ടി ജി മോഹൻദാസ് അല്ലല്ലോ പറയുന്നത്, ഡൽഹി പോലീസ് പറയുന്നു. ഡൽഹി പോലീസ് വരെ 2847 കൊടും ക്രിമിനലുകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പഞ്ചാബിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ പിടികൂടിയ ഈ കൊടും ഭീകരരുടെ എന്താ പറയുക നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർ, ഇവരൊക്കെ നൽകിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ടി ജി മോഹൻദാസ് കൃത്യമായി പറയുകയാണ് അവിടെ ആ വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കിടയിൽ കലാപകാരികൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ എന്നല്ല പറയുന്നത്, ഞാനായിരുന്നു ഈ കലാപത്തെ നിയന്ത്രിക്കുക എന്ന് ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ സാധാരണ പറയല്ലേ, ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ, ഞാനായിരുന്നു ആഭ്യന്തരമന്ത്രിയെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട്. അതേപോലെ മോഹൻദാസ് പറയാണ്, ടി ജി മോഹൻദാസ് പറയാണ്, ഡൽഹിയിലെ കലാപം ഇങ്ങനെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുമ്പോൾ ഞാനായിരുന്നു ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരി എങ്കിൽ ഞാൻ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നു. അങ്ങനെയാണ് ടി ജി മോഹൻദാസ് പറഞ്ഞത്. ഞാൻ അവിടെ വിദ്യാർത്ഥികളെ ഞാൻ വെടിവെച്ച് കൊല്ലുമായിരുന്നു എന്നല്ല പറഞ്ഞത്, ഞാൻ അവിടെ കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നു. ആ പ്രദേശം ഈ പ്രക്ഷോഭകാരികൾ എന്താ പറയാ ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശത്തെ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ മൈക്കിലൂടെ അനൗൺസ് ചെയ്യും, ഇതാ വെടിവെക്കാൻ പോവുകയാണ്, പോലീസ് വെടിവെക്കാൻ പോവുകയാണ്, പ്രക്ഷോഭകാരികൾ പിരിഞ്ഞു പോകണം. 1 അല്ല 3 പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യും, മൈക്കിലൂടെ അനൗൺസ് ചെയ്യും. അങ്ങനെ 3 പ്രാവശ്യവും അനൗൺസ് ചെയ്തിട്ടും പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ പോലീസിനോട് വെടിവെക്കാൻ പറയും. പോലീസ് വെടിവെക്കും, സ്വാഭാവികമായും കുറെ പേർ മരിക്കും. ഇതാണ് ടി ജി മോഹൻദാസ് പറഞ്ഞത്. ഇത് മാത്രമല്ല, ഇതിന് ശേഷം അദ്ദേഹം പറയുന്നു, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക, പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നെക്കാൾ എത്രയോ മുകളിലാണ്, ഞാൻ ഒരു താഴെത്തട്ടിൽ നിൽക്കുന്ന ഒരാളാണ്, എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്, പക്ഷേ നരേന്ദ്രമോദിക്ക് ഇങ്ങനെയല്ല തോന്നുക. കാരണം നരേന്ദ്രമോദി നിൽക്കുന്നത് ഒരു 100 നില മുകളിലാണ്. ആ 100 നില മുകളിലുള്ള നരേന്ദ്രമോദി പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിയില്ല, അതിനു പകരം അവർക്ക് മുമ്പിൽ കീഴടങ്ങി, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു. അപ്പം നരേന്ദ്രമോദി ചെയ്തത് 100% ശരിയാണെന്നാണ് മോഹൻദാസ് പറയുന്നത്. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇത്തരം അദ്ദേഹം അതിനുശേഷം പറയുന്നു, ഇപ്പൊ ഗുജറാത്തിൽ ഇവിടെ ആകെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രക്ഷോഭകാരികൾക്ക് ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് ഗുജറാത്ത് കലാപം 14 ജില്ലകളിൽ ഇതിന്റെ 100 ഇരട്ടി 1000 ഇരട്ടി അത്രയും എന്താ പറയാ ആളിക്കത്തിയ പ്രക്ഷോഭം ഗുജറാത്തിൽ 14 ജില്ലകളിൽ പടർന്നു പിടിച്ചപ്പോൾ അതടിച്ചമർത്തിയ ആളാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദിക്ക് അറിയാം എങ്ങനെയാണ് ഒരു കലാപത്തെ അടിച്ചമർത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കലാപത്തെ അവസാനിപ്പിക്കേണ്ടതെന്ന് നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് അറിയാം. ആ കാലത്ത് ഗുജറാത്തിൽ ഇങ്ങനെ ഒരു കലാപം ഉണ്ടായപ്പോൾ BJP-യുടെയും അല്ലെങ്കിൽ RSSന്റെയും ഒരു വലിയ സഹായമൊന്നും നരേന്ദ്രമോദിക്ക് കിട്ടിയില്ല. നരേന്ദ്രമോദിയുടേതായ ഒരു വ്യക്തിപ്രഭാവത്തിലെ അദ്ദേഹം ആ കലാപം അടിച്ചമർത്തി. ഇങ്ങനെയൊക്കെയാണ് ടി ജി മോഹൻദാസിന്റെ 1/2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വീഡിയോ ആണ്. അതിലാണ് ഒരൊറ്റ 1.5 മിനിറ്റിൽ ടി ജി മോഹൻദാസ് പറയുന്നത്, ഞാനായിരുന്നുവെങ്കിൽ ആ പ്രക്ഷോഭകാരികളെ ഡയറക്റ്റ് വെടിവെച്ച് കൊല്ലുന്നല്ല. സ്വാഭാവികമായും നിയമപ്രകാരം ഇവര് എടോ കേരളത്തിൽ എത്ര വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ. UDF സർക്കാരും ഇടതുപക്ഷ സർക്കാരും ഒക്കെ ഇത്തരത്തിൽപ്പെട്ട കലാപം ഉണ്ടാകുമ്പോൾ, ഇത്തരത്തിലുള്ള പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ വെടിവെപ്പ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, 5 DYFI പ്രവർത്തകരെ വെടിവെച്ചു കൊന്നില്ലായിരുന്നോ? പുഷ്പൻ പാതി ജീവനുമായി പതിറ്റാണ്ടുകളോളം കിടന്നില്ലേ? ഇതൊക്കെ പോലീസ് വെടിവെപ്പല്ലേ? ടി ജി മോഹൻദാസ് ആദ്യമായിട്ടാണ് പറയുന്നത് ഒരു പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ വെടിവെക്കണമെന്ന് പറയുന്നത്. എന്തോ ടി ജി മോഹൻദാസ് എന്തോ ഒരു കലാപശ്രമം അത്രേ. ഇത് നടന്നതല്ലേ? എത്ര ഭീമാപ്പള്ളി വെടിവെപ്പ് 7-8 പേരാണ് മരിച്ചത് ഭീമാപ്പള്ളി വെടിവെപ്പിൽ. EMS മന്ത്രിസഭയിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMS മന്ത്രിസഭ എത്ര പേരെയാണ് വെടിവെച്ച് വന്നത്? ചന്ദനത്തോപ്പ് വെടിവെപ്പ്, കേരളത്തിലെ ആദ്യത്തെ വെടിവെപ്പ്. അത് കഴിഞ്ഞിട്ട് ഫ്ലോറി എന്ന ഗർഭിണിയെ 3 മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് വന്നില്ലേ? അത് കഴിഞ്ഞിട്ട് അങ്കമാലി വെടിവെപ്പ് 7-8 പേർ ആ വെടിവെപ്പിൽ മരണമടഞ്ഞു. ഏതാണ്ട് ഒരു 18 പേരാണ് EMS സർക്കാർ വെടിവെച്ച് വന്നത്. പിണറായി വിജയൻ 8 മാവോയിസ്റ്റുകളെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്നില്ലേ? വയനാട്ടിലെ മുത്തങ്ങയിൽ ആന്റണിയുടെ പോലീസ് വെടിവെച്ച് കൊന്നില്ലേ ഒരു ആദിവാസിയെ? അങ്ങനെ പ്രക്ഷോഭങ്ങൾ പടരുമ്പോൾ പ്രക്ഷോഭങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പോലീസ് വെടിവെക്കാറുണ്ട് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയൊന്നല്ല.
യഥാർത്ഥത്തിൽ അവിടെ ഇത്തരത്തിൽപ്പെട്ട ഒരു കൊടും ഭീകരന്മാർ, കൊടും ക്രിമിനലുകളൊക്കെ എന്താ പറയാ അണിചേർന്ന അത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിൽ, നമുക്കറിയാലോ പാർലമെന്റ് പ്രക്ഷോഭത്തിലൊക്കെ അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതല്ലേ വിവിധ വീഡിയോ ദൃശ്യങ്ങളിലൂടെ. പോലീസുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കുക 255 പോലീസുകാർക്കാണ്, 1-2 അല്ല കേട്ടോ, 255 പോലീസുകാർക്കാണ് ആ ആക്രമണത്തിൽ പരിക്കേറ്റത്. എത്ര വാഹനങ്ങളാണ് തല്ലി തകർത്തത്. അങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുകയും മാധ്യമപ്രവർത്തകരെയും പോലീസുകാരെയും ഒക്കെ ആക്രമിക്കുകയും ചെയ്ത അക്രമാസക്തമായ സമരം. ആ സമരം നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒരു വെടിപ്പ് നടത്താമായിരുന്നു, പക്ഷെ അദ്ദേഹം ചെയ്തില്ല. അതാണ് മോഹൻദാസ് ചൂണ്ടിക്കാട്ടുന്നത്. നരേന്ദ്രമോദി അങ്ങനെയൊന്നും ചെയ്തില്ല. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. ഞാനായിരുന്നെങ്കിൽ അവിടെ ഇതേപോലെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും, അത് കഴിഞ്ഞിട്ട് അനൗൺസ് ചെയ്യും, 3 പ്രാവശ്യം അനൗൺസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് വെടിവെപ്പ് നടത്തും. ഇതൊരു പ്രോട്ടോകോൾ ആണെന്നേ, ഇതൊരു വെടിവെപ്പിന് മുന്നോടിയായി നടത്തുന്ന ഒരു പ്രോട്ടോകോൾ ആണിത്. അതേ പറഞ്ഞിട്ടുള്ളൂ. ഇത് എന്ത് കലാപശ്രമമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇതിന്റെ പേരിൽ ടി.ജി. മോഹൻദാസിനെ തൂക്കിക്കൊല്ലാൻ പറ്റുമോ? പോലീസിന് ഒരു പരാതി കിട്ടുമ്പോൾ പോലീസ് കേസെടുക്കും, സ്വാഭാവികം. പോലീസിന് ഒരു പരാതി കിട്ടുമ്പോൾ പോലീസ് കേസെടുക്കും, പോലീസുകാർ അന്വേഷിക്കാൻ വന്നിട്ട് ഈ ഒരു എന്താ പറയാ ഒരു പൊതു മണ്ഡലത്തില് ജനങ്ങളെ ഒക്കെ ഒന്ന് ശാന്തരാക്കാനോ അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു അറസ്റ്റ് അത് കഴിഞ്ഞിട്ട് ടി.ജി. മോഹൻദാസ് മിക്കവാറും ഇതിന്റെ ജാമ്യത്തിൽ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് കേസിങ്ങനെ പോകും. കോടതി മിക്കവാറും ഈ കേസെടുത്ത പോലീസുകാരെ അതി നിശ്ചിതമായി വിമർശിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേട്ടോ. കാരണം ഇതിൽ കഴമ്പില്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള ഈ 2 വീഡിയോകളല്ലേ, ഈ 2 വീഡിയോകളാണ്. നിങ്ങൾക്ക് ആ പത്രിക എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ പോയി ഇങ്ങോട്ട് പരിശോധിക്കാം. അരമണിക്കൂർ, നിങ്ങൾക്ക് 1 മണിക്കൂർ ചെലവാക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ടി.ജി. മോഹൻദാസിന്റെ ഈ 2 വീഡിയോകൾ നിങ്ങൾക്ക് സശ്രദ്ധം കാണാം. അതിൽ വളരെ കൃത്യമായി ഒരുപക്ഷെ ഈ ജന്തർ മന്ദറിൽ നടന്ന ഈ അക്രമ സംഭവത്തെ, ഈ കലാപത്തെ, വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന അതിന്റെ ഇടയിൽ കൂടെ ഇത്തരത്തിൽപ്പെട്ട അക്രമകാരികൾ നുഴഞ്ഞു കയറിയ ഈ പറയുന്ന വൻ കലാപത്തെ വളരെ വളരെ കൃത്യതയോടെ വളരെ സൂക്ഷ്മമായി അപഗ്രഥിച്ചുകൊണ്ട് നടത്തിയ ഈ യൂട്യൂബ് ചാനലുകളിലെ ഈ 2 വീഡിയോകൾ നിങ്ങൾ കാണേണ്ടതാണ്. അത് അദ്ദേഹത്തിന്റെ ബോധ്യവും അദ്ദേഹത്തിന്റെ നിരീക്ഷണവുമാണത്. അല്ലാതെ അതൊരു കലാപശ്രമമോ കലാപത്തിനുള്ള ആഹ്വാനമോ ഒന്നുമല്ല. ഇനി ആ സ്ത്രീ എന്താ പറയുക, പെൺകുട്ടികൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത് അത് വേറൊരു വീഡിയോയിലാണ്. അതും ഇങ്ങനെയാണ് പറഞ്ഞത്. ജന്തർ മന്ദറിലെ ആ കലാപ ഭൂമിയിൽ അവിടെ നമ്മുടെ സുരക്ഷാ സൈനികർ ഇല്ലായിരുന്നുവെങ്കിൽ, ഇവര് സുരക്ഷാ സൈനികരൊക്കെ ആക്രമിക്കാണല്ലോ, സുരക്ഷാ സൈനികരെ ഒക്കെയാണ് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അവിടെ അക്രമികൾ അഴിഞ്ഞാടും. നമ്മൾ എത്ര സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പ്രത്യേകിച്ചും ഈ ഈ പാറ്റ പാർട്ടി എന്ന് പറയുന്നത് ഒരു സംഘടനയല്ല, ഒരു നിയതമായ ചട്ടക്കൂടുകൾ ഒന്നും അതിനില്ല. എവിടെ നിന്നൊക്കെയോ വന്ന കുറെ ആൾക്കാർ, ആരാണെന്ന് അറിയില്ല, അതിന്റെ അടുത്ത് എത്ര ഭീകരന്മാരുണ്ട് എന്നറിയില്ല. അങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടത്തിനിടയിൽ, അങ്ങനെയുള്ള ഈ പ്രക്ഷോഭകാരികൾക്കിടയിൽ പോലീസ് നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്, അവിടെ ജനങ്ങൾ തമ്മിൽ അവിടെ വെടിവെപ്പുണ്ടാകും. എത്ര സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന പ്രക്ഷോഭകാരികൾക്കിടയിൽ തന്നെ വെടിവെപ്പുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ജെയ്ഷെ മുഹമ്മദിന്റെ പദ്ധതി. അവിടെ ഈ സൈനികരുടെ വേഷത്തിൽ അവിടെ നുഴഞ്ഞു കയറുക, എന്നിട്ട് വെടിവെക്കുക. അങ്ങനെയൊക്കെ അവിടെ കൂട്ട വെടിവെപ്പുണ്ടാവും. പ്രക്ഷോഭകരെ തന്നെ പരസ്പരം ചിലപ്പോൾ വെടിവെച്ചു വരും. അതിൽ ആരുടെയൊക്കെ കയ്യിൽ വെടിയുണ്ടകളൊക്കെ കണ്ടെടുത്തിരുന്നു എന്നൊക്കെയാണ് മോഹൻദാസ് പറയുന്നത്. അങ്ങനെ അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അക്കൂട്ടത്തിൽ അവിടെ കൂട്ട ബലാത്സംഗങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഒരു ഇത്തരത്തിൽപ്പെട്ട ഒരു വൻ കലാമിറ്റി ഉണ്ടാവുമ്പോൾ, ഇത്തരത്തിൽപ്പെട്ട വൻ പ്രക്ഷോഭം ഉണ്ടാവുമ്പോൾ അവിടെ സ്വാഭാവികമായും ഇത്തരത്തിൽപ്പെട്ട കൂട്ട ബലാത്സംഗങ്ങൾ ഉണ്ടാവും. അക്കൂട്ടത്തിൽ മോഹൻദാസ് പറഞ്ഞു ബലാത്സംഗം കാരണം അദ്ദേഹത്തിന് ഒരു 1/2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എന്താ പറയാ ഒരു പ്രഭാഷണം പോലെയുള്ള ഒരു വീഡിയോ ആണ്. അതിൽ അദ്ദേഹം പറഞ്ഞു ഈ ബലാത്സംഗങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചില പെൺകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഇത്രയും ആ ഒരൊറ്റ വാദം കേൾക്കുമ്പോൾ നമുക്ക് പറയാം, ഇപ്പൊ നമ്മുടെ അജിതേജ് ഉൾപ്പെടെയുള്ള അന്വേഷിയൊക്കെ ടി.ജി. മോഹൻദാസിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒറ്റ വാചകം, അതായത് ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളും ഉണ്ട്, ആ ഒരൊറ്റ വാചകം പൊളിറ്റിക്കലി ശരിയല്ല, പൊളിറ്റിക്കലി ഇൻകറക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഉണ്ട് എന്ന് പറയുന്ന ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവന ശരിയല്ല എന്ന് ഞാനും പറയുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരൊറ്റ വാചകമല്ല പറഞ്ഞത്. നമ്മൾ ഒരിക്കലും ഒരു പ്രഭാഷണത്തിനിടയിൽ അല്ലെങ്കിൽ വീഡിയോക്കിടയിൽ ഒരൊറ്റ വാചകം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ എന്താ പറയാ അതിനെ വിമർശിക്കാൻ പാടില്ല. ആ പറഞ്ഞ വാചകത്തിന്റെ മുന്നേയും ആ പറഞ്ഞ വാചകത്തിന് ശേഷവും എന്താണ് പറഞ്ഞതെന്ന് കൂടി നമ്മൾ നിരീക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞു അവിടെ അതിന് മുന്നേ പറഞ്ഞത് എന്താണ്, അവിടെ ആകെ കൂട്ടക്കുഴപ്പമുണ്ടാകുമ്പോൾ പരസ്പരം വെടിവെക്കും, അക്കൂട്ടത്തിൽ കൂട്ട ബലാത്സംഗങ്ങൾ ഉണ്ടാവും. ശരിയല്ലേ? എന്നിട്ട് പറയുന്നു ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ചില പെൺകുട്ടികൾ ഉണ്ടാവാം. അതും കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ചില കഥകളിലൊക്കെ അങ്ങനെയുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മലമുകളിലെ അബ്ദുള്ള എന്ന് പറയുന്ന കഥയിൽ ഒരു പെൺകുട്ടി മലമുകളിലെ അബ്ദുള്ളയെ വരൂ എന്നെ ബലാത്സംഗം ചെയ്യൂ എന്ന് പുനത്തിൽ നമ്മുടെ കുഞ്ഞിക്കയുടെ ആ കഥയിൽ അങ്ങനെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്.
അതോടുകൂടി മറ്റേ എന്താ പറയാ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ള മോഹൻദാസിന്റെ ആ പ്രസ്താവന അത് സ്വയം റദ്ദാവുകയാണ്. കാരണം അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഒരു കഥയിൽ അങ്ങനെയുണ്ട്, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്, ഒരു കഥയിൽ അങ്ങനെയുണ്ടെന്നാ പറയുന്നത്. അതിലെന്ത് പ്രകോപനം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള സ്ത്രീകൾ ഇതാ ഇവിടെ ഉണ്ട്, മറ്റേ എന്താ പറയാ CPM-ലുണ്ട്, അല്ലെങ്കിൽ SFI-യിലുണ്ട്, DYFI-യിലുണ്ട്, ISA-യിലുണ്ട് എന്നൊന്നല്ല പറഞ്ഞത്. അങ്ങനെയുള്ള പെൺകുട്ടികൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയിലുണ്ട്. അങ്ങനെ TGക്ക് പറഞ്ഞൂടെ? അതിലെന്താ കലാപം? എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പൊ ഏതായാലും ഈ വീഡിയോയുടെ തുടർന്നിതാ ഈ 2 വീഡിയോ ക്ലിപ്പിങ്ങൾ ഞാൻ ഇടുന്നുണ്ട്. അതുകൂടി കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. നമ്മൾ സാധാരണ നമ്മുടെ ഒരു ബുദ്ധി ഉണ്ടല്ലോ, നമ്മുടെ ഒരു ബുദ്ധിയിൽ, നമ്മുടെ ഒരു വിവേചന ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് TG പറഞ്ഞത്. TG പറയുന്നതിൽ എന്താ പറഞ്ഞത്, എന്താണ് ഇത്ര വലിയ പാതകം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കൊടുക്കുക. ഇതൊരു ചർച്ചാവേദിയാക്കാം നമുക്ക്. അതല്ലാതെ അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ മിണ്ടാൻ പറ്റുമോ? നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ നമുക്ക് പറഞ്ഞുകൂടെ? ആരെ തൃപ്തിപ്പെടുത്താനാണ് രമേശ് ചെന്നിത്തലയുടെ പോലീസ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒരുപക്ഷെ മറ്റേ നമ്മുടെ ആയങ്കിയെ പിടിച്ചപ്പം ആയങ്കി എന്ന് പറയുന്ന മുൻ സഖാവല്ല, ഇപ്പോഴും സഖാവ് തന്നെ ആയങ്കിയെ പിടിച്ചപ്പം CPM-കാർ ഇനി പറയണ്ട, ഈ TG മോഹൻദാസ് മറ്റേ RSS സഹയാത്രികനായ TG മോഹൻദാസിനെ എതിരെ നടപടിയൊന്നും എടുത്തില്ല എന്ന ദുഷ്പേര് കേൾക്കണ്ട എന്ന് വിചാരിച്ചിട്ട് എന്നാ കിടക്കട്ടെ, TG മോഹൻദാസ് കൂടി അങ്ങോട്ട് അകത്ത് കിടക്കട്ടെ എന്ന ഒരു സമീകരിക്കലുണ്ടല്ലോ. വേണ്ട ചെന്നിത്തലയെ വേണ്ട, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. TG മോഹൻദാസിനെ അദ്ദേഹത്തിന്റെ ഈ 2 കാര്യങ്ങളിലല്ലേ നിങ്ങൾ അറസ്റ്റ് ചെയ്തത്. നമ്മളെ ജാൻമണി എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് നരേന്ദ്രമോദിയുടെ അമ്മയെ പറ്റി പറഞ്ഞ അസഭ്യങ്ങൾ ഉണ്ടല്ലോ. ആ ജാൻമണി ഇപ്പോഴും പാട്ടുംപാടി നടക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇപ്പോഴും ഇവിടെ അർമാദിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. പാർലമെന്റ് ബോംബിട്ട് തകർക്കുമെന്ന് പറഞ്ഞ മറ്റു ചില ദുഷ്ടലാക്കോടെ ഇത്തരത്തിൽപ്പെട്ട അഭിപ്രായങ്ങൾ പറയുന്നവരൊക്കെ ഇവിടെ അർമാദിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ചെന്നിത്തലയുടെ പോലീസ് അവരെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് TG മോഹൻദാസിനെ പിടിക്കുമ്പോ അത് ശരിയല്ല ചെന്നിത്തല പോലീസേ എന്ന് മാത്രമേ എനിക്ക് എന്റേതായ രീതിയിൽ, എന്റെ ഒരു ബോധ്യത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളൂ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. UAPA കേസിലെ പ്രതികൾ വരെ ജന്തർ മന്ദിറിലുണ്ട്, അറിയാം. അവരെ നോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവരുടെ ഹിസ്റ്ററി ഷീറ്റേഴ്സ് ആണ് അവരെല്ലാം. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കയ്യിലുണ്ട്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. അല്ല, ജന്തർ മന്ദിർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, 3 തവണ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും. ആളുകൾ ചെതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. നൗ ശരി, ഞാനിങ്ങനെ ചെയ്യുന്നു, ഇതൊരു സൊല്യൂഷനാണ്. ക്ലീൻ അജിറ്റേഷനൊക്കെ സപ്രസ് ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ അജിറ്റേഷൻ സപ്രസ് ചെയ്ത ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. ഗുജറാത്ത് കലാപം ഓർത്തു നോക്കുക. ഗുജറാത്തിലെ 14 ജില്ലകളിലായിരുന്നു അന്ന് കലാപം. ഡൽഹിയിലെ പോലെ ഈ 1.5 സ്ക്വയർ കിലോമീറ്ററിലെ കലാപമായിരുന്നില്ല, ബഹളമായിരുന്നില്ല. പറഞ്ഞാൽ 1 ലോഡ് ശവം വീഴും എന്ന് പറയുമല്ലോ. അങ്ങനെ 1 ലോഡൊന്നും ഇല്ലെങ്കിലും ഒരെണ്ണമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ഡൽഹി പോലീസിന്റെ തലയിലാണ്, നരേന്ദ്രമോദിയുടെ തലയിലാണ്. നരേന്ദ്രമോദി നരാധമനാണെന്ന് പണ്ടേ ഞങ്ങൾ പറഞ്ഞില്ലേ, കണ്ടോ ഞങ്ങളുടെ ചെറുക്കനെ വെടിവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. വെടിവെച്ച് ബോധമില്ലാതെ അന്യോന്യം റിവോൾവർ എടുത്ത് വെടിവെക്കുകയായിരിക്കും ഈ പിള്ളേർ ചെയ്യുന്നത്. പക്ഷെ ഇത് നടക്കും, നിങ്ങൾ നോക്കിക്കോ. ഈ രീതിയിൽ വിട്ട് കഴിഞ്ഞാൽ ബലാത്സംഗം കൂട്ട ബലാത്സംഗമായിട്ട് നടക്കും. ഒരു ദൈവം സഹായിച്ച അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദിവസം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ.
ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ട്. പണ്ട് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിന്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്.